ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്ന കുടുംബം ആവശ്യപ്പെടുന്ന ഒപ്പം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. ശ്യാം ദേവരാജും അർജുൻ കല്യാടും തുടരുന്നുണ്ട്. അർജുൻ കല്യാട്, വ്യക്തമാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ നിലപാട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ അന്വേഷണം തൃപ്തികരമായിരുന്നില്ല, പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. പക്ഷേ ഏറെ നാൾ കഴിഞ്ഞാണ് പത്തനംതിട്ടയിലെത്തി മൊഴിയെടുക്കുക പോലും ചെയ്തത്. ആത്മഹത്യയാണോ എന്ന് പോലും സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അന്വേഷണം മറ്റാരിലേക്കും പോകുന്നുമില്ല. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്നുകൂടിയാണ് കുടുംബം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും, അതായത് കുടുംബം പ്രധാനമായും കോടതിയിൽ ആവശ്യപ്പെടുന്നത് 6 ആവശ്യങ്ങളാണ്. അത് 1, പ്രശാന്തൻ്റെ ഈ മൊബൈൽ രേഖകൾ സംരക്ഷിക്കപ്പെടണം. 2, ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ്റെ ഈ മൊബൈൽ രേഖകൾ സംരക്ഷിക്കപ്പെടണം. അതിനു പുറമെ PP ദിവ്യയുടെ മൊബൈൽ രേഖകളെല്ലാം തന്നെ സംരക്ഷിക്കപ്പെടണം. അതിനു പുറമെ ഈ മുനീശ്വരൻ കോവിൽ സമീപത്ത് ഈ 14-ാം തീയതി വൈകുന്നേരം ഈ നവീൻ ബാബു എത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം എവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ, റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെവിടത്തേക്കെങ്കിലും പോയിട്ടുണ്ടോ, തിരിച്ച് ഈ ക്വാർട്ടേഴ്സിനകത്തേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഏത് വശത്തേക്കാണ് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, ആ പ്രദേശങ്ങളിലെല്ലാം തന്നെയുള്ള CCTVകൾ കൃത്യമായ രീതിയിൽ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കണം. ഇത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ ബാധിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഹർജിയല്ല. അതിന് പുറമെ ഇത് അന്വേഷണത്തെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഹർജിയായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇന്ന് കോടതിയിൽ കുടുംബം ആവശ്യപ്പെട്ടത്. അതിന് പ്രധാനമായും ഈ കുടുംബത്തിൻ്റെ ഭാഗമായി ഹാജരായിട്ടുള്ള അഭിഭാഷക സൂചിപ്പിച്ചിട്ടുള്ളത്, ഇത്തരമൊരു തെളിവുകൾ, അതായത് ഇലക്ട്രോണിക് തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാലഹരണപ്പെട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടില്ല എങ്കിൽ നാളെ ഒരുപക്ഷെ ജില്ലാ കലക്ടറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രശാന്തനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ പ്രതികളാക്കപ്പെടുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ വിവാദം, അതായത് ADM നവീൻ ബാബുവിൻ്റെ മരണവും അതിന് പുറമെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും മാത്രമല്ല, അതിന് ചുറ്റിപ്പറ്റിയുള്ള മറ്റ് വിവാദങ്ങൾ കൂടി അന്വേഷണ വിധേയമാക്കണമെന്നുള്ള ആവശ്യം മുന്നേ തന്നെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള ചില വാദങ്ങൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ കുടുംബത്തിൻ്റെ ഭാഗമായി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബിനാമി ഇടപാടുകൾ, അല്ലെങ്കിൽ PP ദിവ്യയും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ പ്രശാന്തനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റാരെങ്കിലുമൊക്കെയും ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ചില തെളിവുകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അത് സ്വാഭാവികമായും കാലഹരണപ്പെട്ടു പോകും. തെളിവുകളുടെ അഭാവത്തിൻ്റെ ഭാഗമായി യഥാർത്ഥ പ്രതികളെ ശിക്ഷിക്കപ്പെടാതെ പോകുന്നൊരു സാഹചര്യമുണ്ടാവും. അതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെയുള്ള ചില തെളിവുകൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷക കോടതിയെ ധരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനമായും അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു ആവശ്യവുമാണ്. പക്ഷേ ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പോലും പ്രശാന്തിൻ്റെ ഈ ഫോൺ രേഖകൾ, മൊബൈൽ രേഖകൾ ഒന്നും തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൂടി കോടതിയിൽ ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രശാന്തനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ശക്തമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ചില തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അത് കോടതിയുടെ ഒരു സുരക്ഷിതത്വത്തിൽ മാത്രം സൂക്ഷിച്ചാൽ മതി, അതൊരു പൊതുജന സമക്ഷത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി കുടുംബം കോടതിയിൽ ബോധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് സംതൃപ്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ കുടുംബം തന്നെ പോവുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ഈ PP ദിവ്യയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ തന്നെ കുടുംബം ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ അല്ലെങ്കിൽ ചില വാദങ്ങൾ കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതായത് ഈ PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ PP ദിവ്യക്കെതിരെ നടപടിയെടുക്കാതെ അന്വേഷണ സംഘം ഒളിച്ചു കളിക്കുകയാണ് എന്നുള്ള ആരോപണം കുടുംബത്തിന് മുൻപേ തന്നെ ഉള്ളതാണ്. അത് പുതുതായി വന്നതുമല്ല. എന്നാൽ ഇപ്പോൾ ഈ സംഭവം നടന്ന് 1.5 മാസമാവുകയാണ്. ഈ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുമുള്ള ഒരു മുന്നോട്ട് പോക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അന്വേഷണത്തിൽ ഇല്ല എന്നുള്ള ആക്ഷേപം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും വ്യക്തമായ രീതിയിലുള്ള, കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ കുടുംബം കോടതിയിൽ ധരിപ്പിക്കുകയും ചെയ്യുന്നത്. വിനീത.